നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് വൈശാഖ മാസത്തിന്റെ പ്രാധാന്യത്തെയാണ് പറയുന്നത്. ഓരോ മാസങ്ങളും നമുക്ക് വിശേഷമാണ്. ഓരോ മാസത്തിനും അതിൻ്റെതായിട്ടുള്ള വിശേഷ കാര്യങ്ങളുണ്ട്. ഓരോ മാസത്തിലും അനുവർത്തിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മളുടെ പൂർവികർ നമുക്കായിട്ട് പകർന്നു നൽകിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ അനുവർത്തിച്ചു മുന്നോട്ട് പോകുന്നവരെ ഒരിക്കലും നിർഭാഗ്യം ചേർത്ത് നിർത്തില്ല. ഭാഗ്യം അവരുടെ കൂടെ എല്ലായ്പ്പോഴും ഉണ്ടാകും. ഇപ്പോൾ പലരും ആചരണങ്ങൾ മറന്നു പോവുകയാണ്. അത്തരത്തിൽ ആചരണങ്ങൾ പാലിച്ചുകൊണ്ട് പോകുന്ന ഒരാൾക്ക് ഒരിക്കലും ജീവിതത്തിൽ പുറകോട്ട് നോക്കേണ്ട അവസ്ഥ വരില്ല. എപ്പോഴും ജീവിതം ഉയർച്ചയിലേക്കും ഐശ്വര്യത്തിലേക്കും പോകും. ആ ഒരു വിഷയത്തെ നിങ്ങളിലേക്ക് അറിയിക്കുകയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യുന്നത്. ഇത് വൈശാഖ മാസമാണ്, പുണ്യമാസമാണ്. ആ പുണ്യമാസത്തെ വേണ്ട രീതിയിൽ ആചരിക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജീവിതം മുന്നോട്ട് ഐശ്വര്യത്തോടു കൂടി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നമുക്ക് വീഡിയോയിലേക്ക് നേരിട്ട് കടക്കാം. ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ അവസാനം വരെ ഒന്ന് കാണുക, പ്രോത്സാഹിപ്പിക്കുക. മഹാവിഷ്ണുവിന് അതിപ്രധാനമായിട്ടുള്ള മാസമാണ് വൈശാഖ മാസം. ഈ വർഷം ഏപ്രിൽ 28 തിങ്കളാഴ്ച മുതൽ മെയ് 26 തിങ്കളാഴ്ച വരെയാണ് വൈശാഖ മാസം. മാധവന് പ്രിയങ്കരമായിട്ടുള്ള മാസമായതുകൊണ്ട് തന്നെ മാധവ മാസം എന്നും ഈ വൈശാഖ മാസത്തിന് പേരുണ്ട്. ഈ മാസം മുഴുവൻ ഭഗവാൻ ലക്ഷ്മി ദേവിയോടൊപ്പം ഭൂമിയിൽ വസിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ലക്ഷ്മി കടാക്ഷവും ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹവും ഒക്കെ ആവശ്യമുള്ളവർ ഈ അനുഷ്ഠാനങ്ങൾ പാലിക്കുക. ഗുരുവായൂർ ഉൾപ്പെടെയുള്ള മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ വൈശാഖ മാസം പ്രധാനമാണ്. വൈശാഖ മാസത്തിന്റെ സവിശേഷതകൾ സ്കന്ദപുരാണം, പത്മപുരാണം, വിഷ്ണു പുരാണം എന്നിവയിലൊക്കെ വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. സർവ്വവിദ്യകളിലും ശ്രേഷ്ഠമായത് വേദമാണ്. സർവമന്ത്രങ്ങളിലും ശ്രേഷ്ഠമായത് പ്രണവമാണ്. സർവവൃക്ഷങ്ങളിൽ ശ്രേഷ്ഠമായത് കൽപ്പവൃക്ഷവും സർവപക്ഷികളിലും ശ്രേഷ്ഠമായത് ഗരുഡനും സർവനദികളിലും ശ്രേഷ്ഠമായത് ഗംഗയും സർവരത്നങ്ങളിലും ശ്രേഷ്ഠമായത് കൗസ്തുഭവും സർവമാസങ്ങളിലും ശ്രേഷ്ഠമായത് വൈശാഖ മാസവും എന്നാണ് സ്കന്ദപുരാണത്തിൽ പറഞ്ഞിട്ടുള്ളത്. വൈശാഖ മാസം ദാനധർമ്മങ്ങൾക്കും പ്രസിദ്ധമാണ്. ഈ കാലത്ത് നടത്തുന്ന എല്ലാ പുണ്യകർമ്മങ്ങൾക്കും 10 മടങ്ങ് ഫലം ലഭിക്കുമെന്നുള്ളതാണ്. വൈശാഖ മാസത്തിൽ തന്നെയാണ് അക്ഷയ തൃതീയയും വരുന്നത്. ഈ വർഷം അക്ഷയ തൃതീയ വരുന്ന ഏപ്രിൽ 30-ാം തീയതിയാണ്. അക്ഷയ തൃതീയയുടെ പ്രാധാന്യത്തെ പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. ഭഗവാൻ മഹാവിഷ്ണുവിന്റെ നരസിംഹാവതാരം, പരശുരാമ അവതാരം, ബലരാമ അവതാരം എന്നീ 3 അവതാരങ്ങൾ നടന്നത് വൈശാഖ മാസത്തിലാണ്. അതേപോലെ തന്നെ അഷ്ടലക്ഷ്മിമാർ അവതരിപ്പിച്ചതും ശ്രീകൃഷ്ണ ഭഗവാൻ അക്ഷയപാത്രത്തെ ദ്രൗപദിക്ക് നൽകിയതും ബ്രഹ്മാവ് ലോകം സൃഷ്ടിച്ചതും ഒക്കെ അക്ഷയ തൃതീയയിലാണ്, വൈശാഖ മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ മാസത്തിന്റെ പ്രാധാന്യത്തെ അത് വിളിച്ചോതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വ്രതാനുഷ്ഠാനത്തോടുകൂടി മഹാവിഷ്ണു ഭജനത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയമാണ് വൈശാഖ മാസം. പ്രഭാതത്തിലും സന്ധ്യയിലും വിളക്ക് കൊളുത്തിക്കൊണ്ട് നാരായണ നാമത്തെ ജപിക്കുക. വിഷ്ണു സഹസ്രനാമം, നാരായണീയം ഇവയൊക്കെ ജപിക്കുന്നത്, ചൊല്ലുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അതുകൂടാതെ ഭഗവാന്റെ അഷ്ടാക്ഷരി മന്ത്രം അഥവാ ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ എന്ന മന്ത്രത്തെ 108 പ്രാവശ്യം ഈ വൈശാഖ മാസത്തിൽ ജപിക്കുന്നതും അതിവിശേഷ ഫലത്തെ നൽകും. അതുകൂടാതെ ഭഗവാന്റെ ദ്വാദശാക്ഷര നാമത്തെ ജപിക്കാവുന്നതാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്നാണത്. കൂടാതെ ഭാഗവതം പാരായണം ചെയ്യുന്നതും ഈ മാധവ മാസത്തിൽ ഐശ്വര്യത്തെ നൽകും. വൈശാഖ മാസം മുഴുവൻ വ്രതം നോറ്റ് ഭഗവാനെ ഭജിക്കുന്നത് വളരെയേറെ ശ്രേഷ്ഠമായിട്ടുള്ള അനുഭവം ഭക്തന് നൽകും. സർവ്വ ഐശ്വര്യത്തെയും നൽകുമെന്നാണ് വിശ്വാസം. വ്രതശുദ്ധിയോടുകൂടി ഭഗവാനെ നിഷ്ഠയോടുകൂടി അനുഷ്ഠിച്ച് ഭജിക്കുന്ന പക്ഷം ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകും എന്ന് വേദങ്ങൾ പറയുന്നു. വൈശാഖ മാസത്തിലെ വെളുത്തപക്ഷ ദ്വാദശി, പൗർണമി എന്നീ ദിവസങ്ങളിലൊക്കെ പ്രത്യേകിച്ച് വിശേഷമായി വ്രതമെടുക്കുന്നതും തുല്യമായിട്ടുള്ള ഫലത്തെ നൽകുമെന്നാണ്. എല്ലാ ശുഭകാര്യങ്ങളും ആരംഭിക്കാൻ ഉത്തമമായിട്ടുള്ള മാസമാണ് വൈശാഖ മാസം. കൂടാതെ വൈശാഖ മാസത്തിലെ പ്രഭാത സ്നാനത്തിനും വളരെയേറെ വൈശേഷ്യത കൽപ്പിക്കുന്നുണ്ട്. ഈ നാളുകളിൽ സർവ പുണ്യതീർത്ഥങ്ങളുടെയും ഔഷധ ഗുണം എല്ലാ കിണറുകളിലും നദികളിലും ഉണ്ടാകുമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ വിശേഷത്തിൽ പ്രഭാത സ്നാനം ചെയ്യുന്നത് വഴി സർവ്വ തീർത്ഥങ്ങളുടെയും സ്നാനഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. അതിനായി ഗംഗൈശ യമുനൈ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലൈസ്മിൻ സന്നിധിം കുരും എന്ന
മന്ത്രത്തെ ജപിച്ചുകൊണ്ട് സ്നാനം ചെയ്യുന്ന പക്ഷം ഇത് തീർത്ഥസ്നാനത്തിന് തുല്യമാകുന്നു. അതുകൂടാതെ വൈശാഖ മാസത്തിലുടനീളം കലിദോഷ നിവാരണ മന്ത്രമായിട്ടുള്ള ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മന്ത്രം 9 പ്രാവശ്യം വീതം എല്ലാ ദിവസവും ജപിക്കുന്നതും ആ ജപിക്കുന്ന വ്യക്തികളുടെ മനസ്സ് സൂര്യനെ പോലെ തിളക്കമുറ്റതാക്കാൻ സഹായിക്കും. എല്ലാവിധത്തിലുമുള്ള കലിദോഷങ്ങളെ ഇല്ലാതാക്കുന്നതിന് അത് സഹായിക്കും. 108 തവണ ഈ മന്ത്രത്തെ വൈശാഖ മാസത്തിൽ ജപിക്കുകയാണെങ്കിൽ അത് എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കും, എല്ലാ കലിദോഷങ്ങളെയും ഇല്ലാതാക്കും. കലിയുഗത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മന്ത്രമാണ് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള മന്ത്രം. ഐശ്വര്യം ആഗ്രഹിക്കുന്നവർ മടി കൂടാതെ ഈ കർമ്മങ്ങളെ വൈശാഖ മാസത്തിൽ അനുവർത്തിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ജീവിത വിജയം ഉണ്ടാകും. പലരും ജീവിത വിജയം ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ പ്രവർത്തനത്തിന് മടിയാണ്. യാതൊരു വിധത്തിലുള്ള മന്ത്രജപമോ അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ള ആചരണങ്ങളോ ചെയ്യാതെ ജീവിതം വിജയിക്കണം, ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്നില്ല എന്നൊക്കെ പരിതപിച്ചിട്ട് കാര്യമില്ല. പരിശ്രമിക്കുന്നവർക്ക് മാത്രമേ വിജയം ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മന്ത്രജപത്തിന് കലിയുഗത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. കലിയുഗത്തിൽ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഐശ്വര്യം ഉണ്ടാകും. എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുത്തേ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.